ഓ കമ്പിയിൽ വിത്ത് വായിച്ച പോലെയായിരുന്നു. പാലക്കാട് നെല്ലിയാമ്പതിയിൽ നിന്ന് മിന്നാമ്പാറയും മാട്ടുമലയും പോലെയുള്ള വനപ്രദേശങ്ങളിലോട്ട് ഒരു അടിപൊളി ഓഫ് റോഡ് ജീപ്പ് സഫാരി. ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ജീപ്പ് സഫാരി എടുക്കാനേ നമ്മൾ നേരെ ചെന്നത് നെല്ലിയാമ്പതി മെയിൻ ടൗണിലോട്ടായിരുന്നു. അവിടെ ഇഷ്ടം പോലെ ഇതുപോലെ ജീപ്പുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു ജീപ്പിന് 1400 രൂപയാണ് കേട്ടോ ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മളെ ഇവർ കാട്ടിൻ്റെ ഉള്ളിലോട്ട് കയറ്റുന്നത്. രണ്ട് സൈഡും മൊത്തമായി വളർന്നു നിൽക്കുന്ന പേരയ്ക്ക മരങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഡ്രൈവർ ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളതാണ് ശങ്കുച്ചേട്ടൻ. ആളിവിടെ 10 വർഷമായിട്ട് ജീപ്പ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കാടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. 2 മാസം കഴിഞ്ഞ് വരും. ആൾക്കാർ പറിച്ചു കൊടുക്കും. കമ്പിയിൽ വിത്ത് വായിച്ച പോലെയായിരുന്നു. പകുതി കളഞ്ഞാണ് ചിക്കൻസ് ആയിട്ട് തന്നെ പൊട്ടിച്ച് വരും. അത് ശരി. നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ ഒരാൾക്ക് 50 രൂപ വീതവും ഒരു വണ്ടിക്ക് 100 രൂപ വെച്ചും നമ്മൾ കൊടുക്കണം. ഈ കാട്ടിനുള്ളിലോട്ട് കയറുന്നതിനുള്ള ഒരു എൻട്രി ഫീ ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. പിന്നെ ഈ ജീപ്പ് ട്രിപ്പിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതായത് ഇൻഷുറൻസോട് കൂടിയാണ് ഈ യാത്ര മുഴുവനായി നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീപ്പ് സഫാരിക്കിടയിൽ എന്ത് ആക്സിഡൻറ്റ് സംഭവിച്ചാലും നമുക്ക് ഇൻഷുറൻസ് ആയിട്ട് അത് ക്ലെയിം ചെയ്യാൻ സാധിക്കും. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു യാത്ര ഇൻഷുറൻസ് എടുത്തുകൊണ്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മളിപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞു. ഇനി കുറച്ച് നേരം വേറെ ശബ്ദങ്ങളോ സംസാരങ്ങളോ ഒന്നും ഇല്ലാതെ ഈ കാടിൻ്റെ ആ ഭംഗിയും അതുപോലെ ജീപ്പിൻ്റെ ശബ്ദവും മാത്രം നമുക്കൊന്ന് ആസ്വദിക്കാം. ഓ അത് ശരി. പിന്നെ കുറച്ചേരം ശങ്കുച്ചേട്ടൻ അങ്ങേരുടെ പഴയ കഥകളൊക്കെ പറയാൻ തുടങ്ങി. പണ്ട് കാലത്ത് അങ്ങേര് ഒരു ലോറി ഡ്രൈവർ ആയിരുന്നതും അന്ന് സംഭവിച്ചിട്ടുള്ള പല രസകരമായ കഥകളൊക്കെ ആയിരുന്നു അവ. ഇതുപോലെ കിട്ടുന്ന പല നിമിഷങ്ങളും ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. കാരണം ഒരു യാത്രക്കിടയിൽ അവിടുത്തെ മനുഷ്യർ നൽകുന്ന പല കഥകളും വിവരങ്ങളും ഒക്കെ കേട്ടിരിക്കാൻ ഒരു പ്രത്യേക രസമല്ലേ. ഇവിടെ മൃഗങ്ങളൊക്കെ ഏത് ടൈമാണ് കാട്ടുപോത്തുണ്ടാവും. ഈ പറഞ്ഞ ആന, ആനയും കുട്ടികളാണ് റോഡിൽ കണ്ടോ? എവിടെ? അവിടെ കൂട്ടമുണ്ട്. ഓ അത് ശരി. കണ്ടില്ലേ ഇപ്പൊ? ഞങ്ങൾ ഒരെണ്ണം, അത് ഒറ്റ തന്നെയായിരുന്നു, ഒരാന ഉണ്ടായിരുന്നു. താഴെ ഉണ്ടാവും. ഓഹോ. കഴിഞ്ഞ ആഴ്ച 2 ദിവസം മുമ്പ് എല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ടായി. അത് ശരി. TV ന്യൂസ് ഉണ്ടായി. ഓഹോ. UTV കാണിച്ചു. ഓ അത് ശരി. 10-12 ഉണ്ട്. ഓഹോ. അത് അൺടൈം വിടില്ല. പുലി സാധനങ്ങളൊക്കെ ഉണ്ടോ? പുലി സാധനം ഉണ്ടോ? അതൊക്കെ യാദൃശ്യമായി വരിക. ഈ കാട്ടുപോത്ത്, ആന, മാനൊക്കെ ഈ സമയം കാണാം. ഇതുപോലെയുള്ള കുത്തനെയുള്ള സ്ലിപ്പറി റോഡുകളെല്ലാം വളരെ സുഖമായിട്ട് തന്നെ നമ്മുടെ ജീപ്പ് കയറിപ്പോയി.
സത്യം പറഞ്ഞാൽ മഹീന്ദ്ര താറിൻ്റെ പവർ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ 4 വീൽ ഡ്രൈവിൻ്റെ സുഖം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സഞ്ചരിക്കേണ്ട ഒരു വഴിയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന നെല്ലിയാമ്പതിയിൽ നിന്ന് മാട്ടുമല പോകുന്ന ഈ റൂട്ട്. നായ്ക്കളൊക്കെ പോണോ? ഇവിടെ താമസിക്കില്ലേ? വീടുണ്ട്. ഓ ഇവിടെ വീടുണ്ടോ? കാപ്പിത്തോട്ടമുള്ളത്. അത് ശരി, ഇവിടെ വീടുണ്ട് അല്ലേ? നമ്മൾ അതിന് മുമ്പത്തോടെ പോവാം, കാണിച്ചു തരാം. ഓ ഓ അങ്ങനെ നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിൻ്റായ മിന്നാമ്പാറ വ്യൂ പോയിന്റിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്തതായി പോകുന്ന മാട്ടുമലയുടെ ടോപ്പ് നമുക്കിങ്ങനെ കാണാം. അതുപോലെ തന്നെ ദൂരെയായിട്ട് കുറേ കൃഷിയിടങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്ഥലം ഏതാണ്? മാട്ടുമല. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് മിന്നാമ്പാറ. ഓ ഇതാണ് മിന്നാമ്പാറ അല്ലേ? മിന്നാമ്പാറ വ്യൂ പോയിന്റ്. വണ്ടി നിർത്തല. ആ ആ ആ. അപ്പോൾ ഇതാണ് മിന്നാമ്പാറ. ഇവിടുന്ന് നമ്മൾ മാട്ടുമലയ്ക്കാണ് അടുത്ത് പോകണം കേട്ടോ. പോലീസ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ അല്ലേ? ഇവിടെ പോലീസുകാരുണ്ടാവും എപ്പോഴും? ഉണ്ടാവും അല്ലേ? ഓ അത് ശരി, അത് ശരി. ഈ ഏലക്കാച്ചെടി കണ്ടിരുന്നു സാർ? കാടമം. ആ കാടമം കണ്ടിട്ടുണ്ട്, ബോധ്യമേട് പോയിട്ട് കണ്ടിട്ടുണ്ട്. ഇതാണ് അല്ലേ? ഇതാണ് ഏലക്കാച്ചെടി അല്ലേ? ആ തോട്ടം തോട്ടം. ഇത് കൃഷി ചെയ്യണോ? കൃഷി ചെയ്തിരിക്കണോ ആൾക്കാര്? എസ്റ്റേറ്റ് ഇല്ല, എസ്റ്റേറ്റ് ആണ്. കാപ്പി, ഏലം, കുരുമുളക്. ആ പ്രൈവറ്റ്. ലേബർ ലൈൻ. എസ്റ്റേറ്റിന് ലേബർ ലൈൻ. ലേബർ ലൈൻ. ലേബർ. ഓ അത് ശരി. അതാ ഹലോ, ജോലിക്കാർക്കുള്ള സ്ഥലം അല്ലേ? വീട്. അത് ശരി. ഇവിടെ എന്താണ് ഏതാ ഇപ്പൊ ഈ ഏലത്തിന്റെ കൃഷി? കാപ്പി, ഓ കുരുമുളക്. അത് ശരി.
നമ്മൾ ഈ കണ്ട കാടും മേടും കുന്നുകളും മലകളും എല്ലാം കയറിയിറങ്ങിയതിന് ശേഷം അവസാനം നമ്മളെ നമ്മുടെ ശങ്കുച്ചേട്ടൻ മാട്ടുമല വ്യൂ പോയിന്റിലോട്ട് കൊണ്ടെത്തിച്ചു. ഇവിടുന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ ആണ്. കാരണം എങ്ങോട്ട് നോക്കിയാലും നമുക്ക് കാണുന്നത് ഇതുപോലെയുള്ള മലനിരകൾ മാത്രമാണ്. അതുപോലെ നമുക്കിപ്പോൾ മുന്നോട്ട് കാണുന്ന ആ മലനിരകളുടെ ഒരു സെക്ഷൻ മൊത്തമായിട്ടുള്ളത് പറമ്പിക്കുളത്തെ മലകളാണ്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് പറമ്പിക്കുളം ഡാമും ഇങ്ങനെ ചെറുതായി കാണാൻ സാധിക്കും. അതുപോലെ ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വെച്ചാണ് ഭ്രമരം സിനിമയിലെ അവസാന പല രംഗങ്ങളും ഷൂട്ട് ചെയ്തത്. അതിലെ അവസാനത്തെ ആ ക്ലൈമാക്സ് ജീപ്പ് ഫൈറ്റും ലാലേട്ടൻ്റെ മകൾ മരിച്ച് ലാലേട്ടൻ കരയുന്ന രംഗങ്ങളും എല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ്. അതിനുശേഷം നമ്മുടെ ശങ്കുച്ചേട്ടൻ നമുക്ക് വേണ്ടി ചെറിയൊരു ജീപ്പ് അഭ്യാസം കൂടെ ഇവിടെ കാഴ്ചവെച്ചു. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ് കേട്ടോ ഈ മാട്ടുമല എന്ന് പറയുന്നത്. അവിടെ നിന്ന് സമയം പോയതറിഞ്ഞെങ്കിലും ജീപ്പുകളുടെ എണ്ണം കൂടുന്നത് ഞങ്ങൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് പതുക്കെ അവിടുന്ന് എസ്കേപ്പായി. നമ്മൾ വന്നതിനേക്കാൾ കുറച്ചുകൂടെ ഓഫ് റോഡ് കഷ്ടമായി തോന്നിയത് പോകുമ്പോഴായിരുന്നു. ആ കാണുന്ന കട്ടച്ചെളി മൊത്തം തെറിച്ചത് എൻ്റെ മുഖത്തേക്കും ക്യാമറയിലേക്കും ഷർട്ടിലേക്കും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിക്കും. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ കാർ എവിടെയുള്ളതെന്നുള്ള ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം കാറിൽ കയറി നേരെ നമ്മൾ പോകുന്നത് കേശവമ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.